വിമാനം അപകടത്തിൽപ്പെടാനുള്ള പ്രധാന കാരണം ടേക്ക് ഓഫിന് ശേഷം രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനത്തിലുണ്ടായ തകരാറാണ്. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് വിമാനം പറന്നുയർന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലച്ചു. ഇത് പൈലറ്റുമാർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, വിമാനത്തിന്റെ റാം എയർ ടർബൈൻ പ്രവർത്തിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. എഞ്ചിനുകളുടെ തകരാറിന് കാരണമായ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫായതാണ് എഞ്ചിനുകൾ നിലയ്ക്കാൻ കാരണം. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണോ അതോ സാങ്കേതിക തകരാർ മൂലമാണോ എന്ന് വ്യക്തമല്ല. പൈലറ്റുമാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ അപകടത്തിൽ പൈലറ്റുമാർ വളരെ വേഗത്തിൽ പ്രതികരിക്കാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എഞ്ചിനുകളുടെ തകരാർ മനസ്സിലാക്കിയ ഉടൻ തന്നെ അവർ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുകയും വിമാനം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിരുന്നാലും വിമാനം വളരെ താഴ്ന്ന ഉയരത്തിലായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അപകടം ഒഴിവാക്കാൻ സാധിച്ചില്ല. വിമാനത്തിന്റെ പല ഭാഗങ്ങളും അപകടത്തിൽ ചിതറിപ്പോയ അവസ്ഥയിലായിരുന്നു. ചിതറിയ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പ്രധാനമായും വിവരങ്ങൾ ശേഖരിച്ചത്. കൂടാതെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ലിവർ താഴ്ന്ന പൊസിഷനിലായിരുന്നു കണ്ടെത്തിയത്. ഫ്ലാപ്പ് ഹാൻഡിൽ 5 ഡിഗ്രി ഫ്ലാപ്പ് പൊസിഷനിലായിരുന്നു. ത്രസ്റ്റ് ലിവറുകൾ ഐഡിൽ പൊസിഷനിലും ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ റൺ പൊസിഷനിലുമായിരുന്നു കണ്ടെത്തിയത്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം എഞ്ചിനുകളുടെ പ്രവർത്തനം തകരാറിലായി. എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് പെട്ടെന്ന് നിലച്ചതായി റെക്കോർഡറിൽ കാണുന്നു. ഇത് പൈലറ്റുമാർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, വിമാനത്തിന്റെ റാം എയർ ടർബൈൻ പ്രവർത്തിച്ചതായും റെക്കോർഡറിൽ കാണുന്നു. ഈ തകരാറിന് ശേഷം പൈലറ്റുമാർ എഞ്ചിനുകൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. വിമാനം വളരെ താഴ്ന്ന ഉയരത്തിലായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അപകടം ഒഴിവാക്കാൻ സാധിച്ചില്ല.